ഈ ക്രൗഡിംഗ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സ്മൈൽ കുറച്ചുകൂടി നന്നായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡോണ്ട് വറി, ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ യു. ഐ ആം ഡോക്ടർ കാർത്തിക ഫ്രം ഐറിസ് ഡെന്റൽ കെയർ. ക്രൗഡിംഗ് നമ്മുടെ സ്മൈലിനെയും ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യുന്നു. ടീത്ത് ഓവർ ക്രൗഡഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുമൂലം പല്ലുകളിൽ ക്യാവിറ്റീസ് ഉണ്ടാവുകയും ഗം പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. ലോങ് ടേം ക്രൗഡിംഗ് നമുക്ക് ജോയിൻറ്റിൽ പെയിൻ ഉണ്ടാവുകയും ഭാവിയിൽ ബൈ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ക്രൗഡിംഗ് നമ്മുടെ കോൺഫിഡൻസിനെ ഒരുപാട് ഇമ്പാക്ട് ചെയ്യും. ക്രൗഡിംഗ് എന്തുകൊണ്ടുണ്ടാവുന്നു? കുറച്ച് കോമൺ കാരണങ്ങൾ പറയാം. ഒന്ന്, ജീനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്ന നമ്മുടെ പല്ലുകളുടെ സൈസും ജോയുടെ വലുപ്പവും ക്രൗഡിങ്ങിനെ എഫക്ട് ചെയ്യുന്നു. വലിയ പല്ലുകളും ചെറിയ ജോ സൈസും ആണെങ്കിൽ ഭാവിയിൽ ക്രൗഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം, നമ്മുടെ പാൽപ്പല്ലുകളെ പ്രോപ്പറായി സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കേട് വന്ന് അതിനുള്ള പെർമനന്റ് ആയിട്ടുള്ള പല്ല് വരാൻ സ്ഥലം നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ പെർമനന്റ് പല്ലുകൾ വന്നു കഴിയുമ്പോൾ പല്ലുകളിൽ ക്രൗഡിംഗ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വിരൽ കുടിക്കുന്ന സ്വഭാവം, തംസക്കിംഗ് മുതലായ ഹാബിറ്റുകൾ ഉണ്ടെങ്കിലും ഭാവിയിൽ ക്രൗഡിംഗ് ഉണ്ടാകുന്നു. ക്രൗഡിംഗ് എങ്ങനെ മാനേജ് ചെയ്യാം? ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റിലൂടെ ക്രൗഡിംഗ് നമുക്ക് മാനേജ് ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഫിക്സഡ് ബ്രേസസ്, രണ്ടാമത്തത് ക്ലിയർ അലൈനേഴ്സ്. ഫിക്സഡ് ബ്രേസസിൽ നമ്മൾ പല്ലുകളിൽ ബ്രാക്കറ്റ്സ് ഒട്ടിച്ചിട്ട് അതിൽ വയറിടുന്നു. കാലക്രമേണ പല്ലുകൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലേക്ക് വരും. ക്ലിയർ അലൈനേഴ്സ് റിമൂവബിൾ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ട്രേസ് ആണ്. അത് നമുക്ക് ഓരോ 15 ദിവസം കൂടുന്തോറും നമുക്ക് ട്രേസ് ഓരോന്നും മാറ്റി മാറ്റി വെക്കുന്നതാണ്. ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആയിട്ട് തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിട്ട് വെളിയിലുള്ള ഒരാൾക്ക് അറിയാൻ പറ്റുകയില്ല. ബോത്ത് വർക്ക്സ് ഗുഡ്. ഹൗ ലോങ് ഡസ് ദ ട്രീറ്റ്മെന്റ് നീഡ്? നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കാലാവധി നമ്മുടെ പല്ലിന്റെ ക്രൗഡിംഗ് സിവിയറിറ്റി അനുസരിച്ചിരിക്കും. മൈൽഡ് കേസസ് ഒക്കെ ആണെങ്കിൽ 6 months to 1 year വരെ ട്രീറ്റ്മെന്റ് നീണ്ടുപോകും. മോഡറേറ്റ് ടു സിവിയർ കാറ്റഗറീസ് വരുമ്പോൾ 1 year to 2 years അല്ലെങ്കിൽ 2 year കുറച്ചും കൂടെ അധികം മാസങ്ങളും കൂടി എടുത്തേക്കും. എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 റിയൽ കേസസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇതൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ക്രൗഡിംഗ് ഇഷ്യൂസ് കാരണം ഷീ വാസ് വെരി നെർവസ്. ചിരിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. Now 15 months ആയി, ട്രീറ്റ്മെന്റ് ഇപ്പോഴും പ്രോഗ്രസിംഗ് ആണ്. Now you can see the difference and her smile. She is very confident now and also she is very active in social medias. ഇതൊരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. പാൽപ്പല്ലുകൾ പ്രോപ്പറായി സംരക്ഷിക്കാത്തത് കൊണ്ടും പാൽപ്പല്ലുകൾ പ്രോപ്പറായി എടുത്തു കൊടുക്കാത്തത് മൂലം സിവിയർ ക്രൗഡിംഗ് ആയിട്ടുള്ള കേസാണ്. അതും ഇതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്രോഗ്രസ്സിലാണ്. 1 വർഷത്തോളമായി. See the difference now. She is smiling so confident. These are all some cases of crowding. These cases are still undergoing and they are progressing very well. നിങ്ങൾക്കും ഇതുപോലെ ക്രൗഡിംഗ് ഉണ്ടെങ്കിൽ എത്രയും വേഗം ട്രീറ്റ്മെന്റ് ചെയ്യുക. ഈ പ്രോസസ് ടൈം എടുക്കുന്നതാണ്, ബട്ട് റിസൾട്ട്സ് വിൽ ലാസ്റ്റ് എ ലൈഫ് ടൈം. Thank you for watching. If you